ഹായ് പ്രിയപ്പെട്ടവരെ, മതങ്ങളെല്ലാം മുമ്പോട്ട് വെക്കുന്നത് സ്ത്രീവിരുദ്ധതയാണ്, പൗരോഹിത്യമാണ്, പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട വ്യക്തി നിയമങ്ങളാണ്. പുരുഷന്മാർക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ നിയമങ്ങളായതുകൊണ്ട് തന്നെയാണ് അതിൽ മുഴുവനും സ്ത്രീവിരുദ്ധതകൾ വ്യക്തമായി മുഴച്ചു നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മതങ്ങളിലെ പൗരോഹിത്യം ഇവർക്ക് അധ്വാനിക്കാൻ വയ്യ, പാടത്തിറങ്ങി പറമ്പ് കിളയ്ക്കാനോ കല്ലും മണ്ണും ചുമക്കാനോ വയ്യ. ഇനിയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയാണെങ്കിൽ നന്നായി പഠിച്ചിട്ടുമില്ല. കാരണം ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരായിരിക്കുന്നവർ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അടിസ്ഥാനം പോലും ഇല്ലാത്തവരായിരിക്കും. കാരണം ഇസ്ലാമിലത്തേത് എനിക്കറിയാം, വീട്ടിൽ ഏറ്റവും കൂടുതൽ കുസൃതി കാണിക്കുന്ന, പഠിക്കാത്ത, സ്കൂളിൽ പോകാത്ത, എന്തെങ്കിലുമൊക്കെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉള്ളവരെ ഒന്ന് നന്നാകാൻ വേണ്ടിയാണ് മദ്രസകളിൽ കൊണ്ടുപോയി ഉസ്താദിന്റെ ചെരുപ്പ് കഴുകാനും കാല് കഴുകാനും വീടുകളിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കാനും ഉസ്താദിന് കഞ്ഞിയും കരിയും കൊടുക്കുക, തുണി കഴുകി കൊടുക്കുക, വെള്ളം കോരി കൊടുക്കുക, ചൂടാക്കി കൊടുക്കുക തുടങ്ങിയ വിടുവേല എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുക, അതിന് വിടുന്നത്. അവിടെ നിന്ന് ഉസ്താദിന്റെ കൂടെ നിന്ന് ഉസ്താദിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന അല്പമായ വിജ്ഞാനം പിന്നീടാണ് അവർ ഓരോരോ ദർസുകളിൽ എത്തി അവിടെ നിന്ന് പഠിച്ച് ആ വിജ്ഞാനം നേടുക. അതല്ലാതെ ഈ ഗ്രന്ഥങ്ങൾ വായിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാം എന്നതിലുപരി പൊതുവായിട്ടുള്ള വിഷയങ്ങളിലൊന്നും ഇവർക്ക് ഒരു വിജ്ഞാനവും ഉണ്ടാകില്ല. കാരണം പത്രം വായിക്കാൻ പാടില്ല, ന്യൂസ് കേൾക്കാൻ പാടില്ല, ദൃശ്യശ്രവണ മാധ്യമങ്ങൾ എല്ലാത്തിനും വിലക്കുകളായിരുന്നു അന്ന്. ഇന്ന് പിന്നെ അത് നടക്കില്ല. ഒരു പരിധിവരെ ജനങ്ങൾ തന്നെ, അതായത് വരുന്ന തലമുറ തന്നെ അതിനെ ഓവർകം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നടക്കില്ല. അപ്പോൾ പൗരോഹിത്യത്തിന്റെ കഞ്ഞിയിൽ പാറ്റയിടുകയാണ് എന്നെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മതത്തെ വിമർശിക്കുമ്പോൾ എപ്പോഴും ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ട് അവരെ എതിർക്കാൻ പുരുഷ പൗരോഹിത്യം തന്നെ മുമ്പിൽ വരുന്നത്. കാരണം ജനങ്ങളെ പറ്റിച്ച് ഒരു വെടിക്ക് സാധാരണ 2 പക്ഷി എന്നല്ല പറയും, ഇവർക്ക് പല പക്ഷികളാണ് ലഭിക്കുക. ജനങ്ങളെ പറ്റിച്ച് ഭക്തിയുടെ പേരിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഭക്തിയെ കുറിച്ച് കൂടുതൽ പൊലിപ്പിച്ചു പറഞ്ഞ് ഇല്ലാത്ത ഭക്തിയെ ഉണ്ടാക്കിയെടുത്ത് ആവശ്യ പൂർത്തീകരണത്തിനെന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു പണം എങ്ങനെ ഈടാക്കണം എന്ന് റിസർച്ച് ചെയ്യുകയാണ് മുസ്ലിം പണ്ഡിതന്മാർ. അത്തരത്തിലൊരു പണ്ഡിതനെ നമുക്കിപ്പോൾ കാണാം. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉസ്താദ് അവസാനം നമുക്ക് നന്നായി ദുആ ചെയ്യും. ആ ദുആക്ക് മുമ്പായിട്ട് അൽഹംദുലില്ലാ നിങ്ങൾ ഒരു 1000 ഇവിടെ എത്താൻ പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയും നല്ലൊരു സംഭാവന. അൽഹംദുലില്ലാ ഇത്രയും ലക്ഷങ്ങൾ കടമുണ്ട്, അതോടുകൂടെ ഉസ്താദുമാരുടെ ശമ്പളങ്ങൾ കൊടുക്കണം, ഇങ്ങനെയൊക്കെ വളരെ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ, ഞാൻ കുറഞ്ഞ സമയമാണ് ഇതിന് ചെലവഴിക്കുള്ളൂ, നല്ല മനസ്സോടെ ഇൻഷാ അല്ലാഹ് 5000-ഓ 3313-ഓ 10000-ഓ ഇല്ലെങ്കിൽ ഒരു ചാക്ക് അരിയുടെ പൈസ 2000 രൂപ ഇൻഷാ അല്ലാഹ് ഞാൻ അൽഹംദുലില്ലാ ഇവിടത്തേക്ക് എന്ത് ചെയ്യട്ടെ നൽകട്ടെ. ഒരു 2 രൂപ ഞാൻ കൊടുക്കട്ടെ, അല്ലെങ്കിൽ 1000 രൂപ കൊടുക്കട്ടെ. ജീവിതത്തിൽ ധാരാളം കാശുകൾ ചെലവഴിക്കുമ്പോൾ അൽഹംദുലില്ലാ ഈ മജ്ലിസിലേക്ക് നൽകുന്നവർ അല്ലാഹ് സഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഹുഷാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ കുതുബുൽ അഹ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഏറ്റെടുക്കുന്ന ആളുകൾക്കൊക്കെ നീ ഖൈർ നൽകണം റഹ്മാനെ. ഒരു വിഷമത്തിലും പ്രയാസത്തിലും നീ പെടുത്തല്ല റബ്ബേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ആൺമക്കളെ വേണ്ടവർക്ക് നീ ആൺമക്കളെയും പെൺമക്കളെ വേണ്ടവർക്ക് പെൺമക്കളെയും നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണം റഹ്മാനെ. വഴിയില്ലാത്തവർക്ക് വഴി നൽകണം റഹ്മാൻ. അങ്ങനെ നല്ല മനസ്സോടെ ഇൻഷാ അല്ലാഹ് ബിസ്മിൻ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ആരാ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആള് പെട്ടെന്ന് എഴുതി അറിയിച്ചാൽ, നിങ്ങളെ മുമ്പിലുള്ള മൊബൈലിൽ ഇൻഷാ അല്ലാഹ് എഴുതി അറിയിച്ചാൽ ഇവിടെ അത് കാണും. പ്രത്യേകമായി മരിച്ചുപോയ വാപ്പാന്റെ മേലോ വല്ലിപ്പാന്റെ മേലോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു തീർക്കാൻ വേണ്ടി വിടണം ഇൻഷാ അല്ലാഹ്. ആരാ ബിസ്മിൻ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാ. ആരാ? അൽഹംദുലില്ലാ കുറച്ച് തഹ്ലീൽ ഞാൻ ചൊല്ലുകയാണ്. ആ തഹ്ലീൽ ചൊല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളത് എഴുതി വിട്ടാൽ നിങ്ങളെ കൊണ്ട് കഴിയണത് 1000 കഴിയൂല്ലെങ്കിൽ 500 പറ്റൂല എന്നൊന്നും ഞാൻ പറയണില്ല. അൽഹംദുലില്ലാ ഏതായാലും നിങ്ങളൊക്കെ ഈ പ്രയാസപ്പെടുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് 2 രൂപ ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയണത്
അൽഹംദുലില്ലാ. അലി ചോലയിൽ അൽഹംദുലില്ലാ 1000 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനേ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്തോടെ അല്ലാഹുവേ നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണം അല്ലാഹ്. ഫോൺ നമ്പറും പേര് എഴുതിയേക്ക്. അലിച്ചോലയിൽ എഴുതണ്ട. അല്ലാഹ് അൽഹംദുലില്ലാ കറക്റ്റായി എഴുതിയേക്കണം ഇൻഷാ അല്ലാഹ്. ഗൂഗിൾ പേ നമ്പർ ഉണ്ട് അതിൽ. ഗൂഗിൾ പേ നമ്പർ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ അതിലേക്ക് പറ്റാവുന്ന ആളുകളൊക്കെ അതിലേക്ക് ഇപ്പൊ തന്നെ ഇടാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈർ നൽകട്ടെ. അല്ലാഹ് നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ അലിയുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് മമ്പർ തൊപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഒരു വിഷമത്തിലും പ്രയാസത്തിലും നീ പെടുത്തല്ല റഹ്മാൻ. അൽഹംദുലില്ലാ എഴുതി അറിയിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഇവിടെ ഉസ്താദുമാരെ ഫോൺ നമ്പർ ലത്തീഫ് സക്കാബ് ഉസ്താദിന്റെയോ നമ്മളെ അല്ലാഹ് ഞാൻ ചമ്പ്ര തിരൂര് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എഞ്ചിനീയർ ഷാഫി അല്ലാഹ് 1001 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ പണമുണ്ടാക്കാം, മറ്റുള്ളവരുടെ പോക്കറ്റിലുള്ള പണം നമ്മുടെ കയ്യിലെത്താൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് റിസർച്ച് ചെയ്യുകയാണ് ഇസ്ലാമിക പ്രഭാഷകർ. കണ്ടില്ലേ, ദുആ ചെയ്യുകയാണ്. ഒരുപാട് കടങ്ങളുണ്ട്. മദ്രസാധ്യാപകർക്ക്, പള്ളി ജീവനക്കാർ മൊത്തം അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 3313 രൂപ, ഒരു ചാക്ക് അരിയുടെ എങ്കിലും പൈസ, ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ പണം ചിലവഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ ചിലവഴിക്കണം. പിന്നീട് ഓരോരുത്തരുടെയും വീക്ക്നെസ് ആണ് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവർക്ക് മേലെയുള്ള പിതാക്കന്മാർ, മാതാക്കന്മാർ, സഹോദരങ്ങളൊക്കെ. അതിലാണ് ഇവരെ പലപ്പോഴും മുറുകെ പിടിക്കുക. ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? മരിച്ചുപോയ ഉപ്പ കബറിൽ കിടന്ന് അങ്ങനെ ശിക്ഷ അനുഭവിക്കുമ്പോൾ, മോളെ നീ എന്തിനാണ് കഴുത്തിൽ ഈ മാലയിട്ടുകൊണ്ടിരിക്കുന്നത്? ആ മാല ഊരി ബക്കറ്റിലിടൂ, ഉപ്പയ്ക്ക് അവിടെ സ്വർഗം കിട്ടും, പരലോകത്ത് വിജയം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനുഷ്യന്റെ വീക്ക്നെസ്സിൽ പിടിച്ചിട്ടാണ് ഇവർ അവരുടെ പോക്കറ്റിലുള്ള പണം ഇവരുടെ ബക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോ ബർക്കത്ത്, അനുഗ്രഹം ലഭിക്കുന്നതാണേ. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും മരണപ്പെട്ടു പോയവരുടെ ഒക്കെ പേരുകൾ, അവരുടെ മകന്റെ, അവരുടെ വാപ്പന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, അതായത് മക്കളില്ലാത്തവർക്കും മക്കൾ, ആൺകുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആൺകുട്ടികൾ, പെൺകുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് പെൺകുട്ടികൾ, വഴിയില്ലാതെ കടം, അങ്ങനെ പല തരത്തിൽ വിഷമിക്കുന്നവർക്ക് ഇങ്ങനെ പണം കൊടുത്താൽ മതി. അപ്പോൾ ഉസ്താദന്മാർക്ക് പള്ളിയിൽ കടമുണ്ടെങ്കിൽ ഏതെങ്കിലും ബക്കറ്റിൽ കൊണ്ടുപോയി 1000 രൂപ ഇട്ടിട്ട് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ പോരെ? പിടികിട്ടിയോ? അതായത് മദ്രസക്കാർക്ക്, ഈ പള്ളിക്കാർക്ക് കടമുണ്ടത്രേ. കടബാധ്യത മറ്റുള്ളവരുടേത് മാറാനാണല്ലോ ഇവര് ബക്കറ്റുമായിട്ട് അവരുടെ മുമ്പിലേക്ക് പോകുന്നത്, റെസിപ്റ്റുമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ബക്കറ്റിൽ ഒരു 1000 രൂപ ഇട്ടിട്ട് പിരിവ് ചോദിച്ചാൽ പോരെ? അല്ല, പിരിവ് കൊടുത്താൽ പോരെ? ഇവരുടെ കടം മാറില്ലേ? അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനിയും ആദ്യമാരാണ് തരുന്നത്, അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്രത്യേക പ്രാർത്ഥനകൾ പറയുന്നതാണ്. തക്ബീറുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ തന്നെയാണ് തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ. അപ്പോൾ ഒരാൾ ആദ്യമായിട്ട് മുന്നോട്ട് വന്നു പണം കൊടുക്കാനായിട്ട്. കൊടുത്ത എമൗണ്ട് പറയുന്നില്ല. എന്നിട്ട് ഗൂഗിൾ പേ, പല ഉസ്താദന്മാരുടെയൊക്കെ അക്കൗണ്ടുകളിൽ വേണമെങ്കിൽ നമ്മളങ്ങ് തന്നേക്കാം. ജൂതന്മാരുണ്ടാക്കി തന്നെ, ജൂതന്മാരെ നമ്മൾ തരം കിട്ടിയാൽ ചീത്ത പറയും. എന്നാലും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും. എന്തിനാണ്? പണം കിട്ടാൻ. നമ്മുടെ മുഖ്യം പണമാണല്ലോ. അതിന് ജൂതൻ ഉണ്ടാക്കിയാലും വേണ്ടില്ല, നസ്രാണി ഉണ്ടാക്കിയാലും വേണ്ടില്ല, നമ്മൾക്ക് വേണ്ടത് പണമാണ്. അപ്പോൾ അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കട്ടെ എന്നാണ്. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും, ഉസ്താദന്മാരുടെ നമ്പറും ഫോൺ നമ്പറും ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പറും ഒക്കെ അങ്ങ് കൊടുത്തേക്ക്, നമുക്ക് പണം വരട്ടെ. അപ്പോൾ ബദരീങ്ങൾ, ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടവരെ കുറിച്ചിട്ടാണ് ബദരീങ്ങൾ എന്ന് പറയുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ആവശ്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി ഒന്ന് അറിയിച്ചേക്കണം. നമുക്ക് അള്ളാഹുവിനോട് പ്രത്യേകം പറയണമല്ലോ, അള്ളാഹുവിനത് അറിയില്ലല്ലോ. അള്ളാഹുവിന് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് നിങ്ങൾ എഴുതി തരണം, ഞങ്ങൾ വായിച്ചു കൊടുക്കാം. അപ്പോൾ പല ഉസ്താദന്മാരും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് മുന്നോട്ട് വന്നതാണ് ഒരു എഞ്ചിനീയർ.
അയാളുടെ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചിട്ട് അയാളെ കുറിച്ച് സുഖിപ്പിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പഠിച്ചോനെ അയാളുടെ ആവശ്യവും എൻ്റെ ആവശ്യവും ഞങ്ങളുടെ ആവശ്യവും ഒക്കെ സാധിച്ചു തരണേ. ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം സമ്പാദിക്കുന്നത്. ഇനിയും ഒന്ന് പറഞ്ഞേ, എന്നെ പോലെയുള്ളവർ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്നത് ആർക്കാണ്? എന്തുകൊണ്ടാണ് അവർ ആളെ കൊല്ലാൻ മറ്റ് കൂലിക്ക് ആളെ വിടുന്നത് പണം കൊടുത്ത്? ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? പല ആൾക്കാരെയും, വ്യാജന്മാരായ ആൾക്കാരെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വിമർശിക്കുവാൻ വേണ്ടി എതിർഭാഗത്ത് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം മനസ്സിലായില്ലേ? ഇതാണില്ലാതെ. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. നന്ദി.